ഇന്ന് നമ്മുടെ പുതിയ എപ്പിസോഡാണ് വൈറ്റംബ്രല്ല TV യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാഴ്ചവെക്കുന്നത്. എന്തെന്ന് വെച്ചാൽ സിനിമയിൽ നമ്മൾ പ്രേക്ഷകരായ നമ്മൾക്ക് കാണുന്നത് അല്ലാതെ സിനിമയുടെ പിന്നാമ്പുറം ഒത്തിരി കഥകളുണ്ട്. ഒരു സിനിമ ജനിക്കുന്നത് തന്നെ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഏരിയ കടന്ന് വേണം നമ്മളൊരു സിനിമ എന്ന് പറയുന്ന ഷൂട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് ഒത്തിരി വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. അത് സാധാരണപ്പെട്ടവർക്കത് എത്രത്തോളം പെട്ടെന്ന് മനസ്സിലാവുമെന്നറിയില്ല. നമ്മളിന്നിവിടെ നമ്മൾ പറയുന്നത് ഒരു മലയാള സിനിമയ്ക്കൊരു ഞങ്ങൾ കണ്ടെത്തിയ ഒരു വലിയൊരു ലൊക്കേഷനെക്കുറിച്ചാണ്. ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഭരതൻ സാർ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മഹാപ്രതിഭ ചെയ്ത് MD സാറിൻ്റെ സ്ക്രിപ്റ്റിൽ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനും സലീം കൗസും പിന്നെ സുമലതയും ചേർന്ന് അഭിനയിച്ച താഴ്വാരം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അതെത്രത്തോളം അറിയുന്നു എന്നറിയില്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെയൊക്കെ ഹരം കൊള്ളിച്ചൊരു സിനിമയായിരുന്നു ആ സിനിമ താഴ്വാരം. ആ താഴ്വാരത്തിനൊരു ലൊക്കേഷൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു, നമ്മൾ സിനിമയിലേക്കായതിനു ശേഷം സിനിമാക്കാരനാവുന്നതിന് മുമ്പുമൊക്കെ ഈ ലൊക്കേഷൻസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഈ താഴ്വാരം എവിടെയാണ് ഷൂട്ട് ചെയ്തത്, താഴ്വാരം എവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആ അന്വേഷണത്തിൽ നമ്മൾ അവസാനം ചെന്ന് കണ്ടെത്തിയതാണ് 2003 റിലീസ് ചെയ്ത മലയാള സിനിമയിലെ ഒരു ഹിറ്റ് സിനിമയായ വെള്ളിത്തിര. വെള്ളിത്തിരയുടെ ലൊക്കേഷൻ ഞാനും എൻ്റെ ടീമും കൂടി പോയി കണ്ടെത്തുന്നത് അട്ടപ്പാടിയിലാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം താഴ്വാരം എന്ന് പറയുന്ന സിനിമയുടെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വെള്ളിത്തിരയ്ക്ക് ഒരു ലൊക്കേഷൻ കണ്ടെത്തുകയാണ്. വളരെ പുതുമയുള്ള, എനിക്ക് തോന്നുന്നു 2000 ഒരു 10-15 വർഷക്കാലം മലയാള സിനിമ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ ഈ അട്ടപ്പാടി പ്രദേശത്ത് നിന്ന് ആ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് മനോഹരമായ ക്യാമറയുടെ എസ് കുമാരേട്ടൻ്റെ ക്യാമറയുടെ ഏറ്റവും മാക്സിമം ഒരു പക്ഷേ റിസൾട്ട് കൊടുത്തിരിക്കുന്ന അപൂർവം പടങ്ങളിലൊരു പടമാണ് ഈ വെള്ളിത്തിര എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്ന മലയാള സിനിമയെ കിടുകിട വിറപ്പിച്ച സ്ഫടികത്തിൻ്റെയും യുവതുർക്കിയും ഉടയോനും എന്ന് വേണ്ട എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന സിനിമകളുടെ സംവിധായകനായ ഭദ്രൻ സാറാണ്. ഞാൻ സാറിനോട് 2 പടം ചെയ്തതിൽ ആദ്യത്തെ പടമാണ് വെള്ളിത്തിര. പിന്നെ അതിൻ്റെ നിർമ്മാതാവ് എന്ന് പറയുന്നത് ഗുഡ് നൈറ്റ് മോഹൻ സാറാണ്. R മോഹൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം മലയാള സിനിമയ്ക്ക് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മലയാള സിനിമയ്ക്ക് വേണ്ടി നടത്തിയതാണ്. അതിൽ ഒരു പടമാണ് സ്ഫടികം. പിന്നൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയാണ് കിലുക്കം. അതുമാത്രമല്ല മലയാള സിനിമയിൽ ഒത്തിരി സംവിധായകരെ വിവിധ ഭാഷകളിൽ തമിഴിലും ഹിന്ദിയിലുമൊക്കെ പരിചയപ്പെടുത്തി അവരെ കയ്യിൽ നിന്ന് മിന്നും താരങ്ങളല്ല ടെക്നീഷ്യന്മാരാണ്, സാങ്കേതിക വിദഗ്ധര ആ രീതിയിൽ കോടികളുടെ പ്രതിഫലമൊക്കെയായി മിന്നിത്തിളങ്ങി നിൽക്കുന്ന അത് വളരെ രാശിയുള്ള കൈയാണ് മോഹൻ സാറിൻ്റെ. കാരണം ഞാനും അനുഭവസ്ഥനാണ്. അപ്പം അദ്ദേഹമായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ അതിനകത്തെ ഹീറോ എന്ന് പറയുന്നത് ഇന്ന് മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോയും സംവിധായകനും ഒക്കെ ആയി മാറിയ പൃഥ്വിരാജാണ്. ശരിക്കും പൃഥ്വിരാജിൻ്റെ ഒരു ആക്ഷൻ മൂഡിൽ ഒരു സിനിമ, അത് മലയാളികൾ അംഗീകരിച്ചൊരു സിനിമ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ വെള്ളിത്തിരയായിരിക്കാം. അതിനു മുമ്പ് ചെയ്ത സിനിമകളൊക്കെ വേറൊരു ലെവൽ, വേറൊരു താളത്തിൽ, വേറൊരു ഭംഗിയിൽ പൃഥ്വിരാജ് അഭിനയിച്ചു പോയ സിനിമകളാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു പെർഫോമൻസ് ആയിരുന്നു കലാഭവൻ മണി അവതരിപ്പിച്ചത്. കലാഭവൻ മണിയും അതുപോലൊരു പെർഫോമൻസിലൂടെയാണ് ശരിക്ക് വെള്ളിത്തിര എന്ന് പറയുന്ന സിനിമ ഇത് ചെയ്യുന്നത്. പിന്നെ ഈ വെള്ളിത്തിര സിനിമ കൊണ്ട് ഉണ്ടായ വേറെ വലിയൊരു മലയാള സിനിമയ്ക്ക് കിട്ടിയൊരു വലിയൊരു സംഭാവനകളെന്ന് പറയുന്നത് ആ സിനിമയിലൂടെയാണ് അൽഫോൺസ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ മലയാള സിനിമയിലേക്ക് ഭദ്രൻ സാറും മോഹൻ സാറും കൂടി കൈകൊടുത്ത് ഉയർത്തിക്കൊണ്ടുവന്നത്. പച്ചമാങ്ങ എന്ന് ആ പാട്ട് ഇന്നും യുവാക്കളുടെ ഇടയിലും യൂത്തിൻ്റെ ഇടയിലും പ്രേക്ഷകരുടെ ഇടയിലും മനുഷ്യരുടെയൊക്കെ മനസ്സിലും കാതിലും ഒക്കെ അതിൻ്റെ അലയടികൾ ഇന്നും അടിക്കുന്ന ഒരു പാട്ടാണ്. 4 പാട്ടോളം ഉണ്ടായിരുന്നു സിനിമയിൽ. ആ 4 പാട്ടും ഗംഭീരമായി അൽഫോൺസിൻ്റെ ആദ്യ സിനിമ എന്ന് തോന്നാത്ത രീതിയിൽ വളരെ മനോഹരമായി ആ സിനിമയിൽ സംഗീത സംവിധായകനെ ശോകനും ഭദ്രൻ സാറും കൂടി മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സിനിമയ്ക്കകത്താണ്
മലയാള സിനിമയിൽ ഇന്ന് ഏറ്റവും നല്ല സംവിധായകന്മാരുടെ, നല്ല മീൻസ് യൂത്ത് സംവിധായകന്മാരുടെ ഇടയിൽ ഒരു ഗ്രേഡ് നിലനിർത്തിക്കൊണ്ട് സിനിമകൾ ചെയ്ത് ഇപ്പോൾ ഒരു വിദേശ സിനിമ, ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനൊരു സിനിമ പോയി വീണ്ടും അതിൻ്റെ പുതിയൊരു പടത്തിൻ്റെ സ്ക്രീനിങ്ങും കാര്യമായിട്ട് പുള്ളി അമേരിക്കയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ലിയോ തദോദോസ്. പുള്ളിയും ആദ്യമായി സിനിമയിലേക്ക് എൻട്രി ആവുന്നത് ഭദ്രസാറിൻ്റെ അസോസിയേറ്റായി വെള്ളിത്തിര എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പോൾ വെള്ളിത്തിര സിനിമ കൊണ്ട് മലയാള സിനിമയ്ക്ക് ആ രണ്ട് പ്രതിഭകളെ കൂടി സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. പൃഥ്വിരാജ് അടുത്തതൊന്നും പൃഥ്വിരാജ് മാത്രമല്ല, അൽഫോൺസും നമ്മുടെ ലിയോയും. അപ്പം അങ്ങനെ ഒരു സിനിമ കൊണ്ട് ആ സിനിമയ്ക്ക് ഉണ്ടാകുന്നതല്ലാതെ ഒരു തലമുറയ്ക്ക്, ആ ഇൻഡസ്ട്രിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് വെള്ളിത്തിരയിൽ ഇങ്ങനെയുള്ള കുറച്ച് ഒരു വലിയ കാര്യങ്ങളാണ്. അതായത് ഒരു സംവിധായകൻ ജനിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒരു സംഗീത സംവിധായകൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇതിനൊക്കെ ഒരു അവസരം കൊടുക്കാൻ, ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ, അതിനൊരു നിർമ്മാതാവ് തയ്യാറാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതൊരു വലിയ മനസ്സാണ് ആർ മോഹൻ സാറ് അതിനുവേണ്ടി ചെയ്തത്. അതൊക്കെ ഒരു ശരിക്ക് ത്യാഗം തന്നെയാണ്. കാരണം കാശ് മുടക്കി വലിയൊരു എമൗണ്ടിൽ, വലിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു സിനിമ, അതായിരുന്നു വെള്ളിത്തിര എന്ന് പറയുന്നത്. അതിന് ഈ അട്ടപ്പാടി ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, താഴ്വാരത്തിന് ശേഷം അട്ടപ്പാടി കണ്ടെത്തിയത് ഞങ്ങളാണ്. വളരെ ദിവസങ്ങളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായി അങ്ങനെ അവിടെ നിന്ന് ഒരു ലൊക്കേഷൻ മാനേജർ ജനിച്ചു. അതാണ് ആനമൂളി ചന്ദ്രൻ. അപ്പോൾ ഇത് ഞാൻ പറയുന്നു ഒരു സിനിമ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ്. അതിനുശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അയ്യപ്പനും കോശിയും, പിന്നെ തമിഴ് പടങ്ങളുടെയും, പിന്നെ എൻ്റെ സ്വന്തം പടം തന്നെ കണ്ണിനും കണ്ണാടി, അതുപോലെ തുടങ്ങിയ ഒത്തിരി സിനിമകളുടെ ഒരു എന്താ പറയുന്ന ഒരു തേരോട്ടമായിരുന്നു ഈ അട്ടപ്പാടി ലൊക്കേഷൻ. ഒരുപക്ഷെ 2002 ഞങ്ങൾ ഷൂട്ട് ചെയ്ത ആ അട്ടപ്പാടി അല്ല ഇന്നത്തെ അട്ടപ്പാടി. ഇന്നതിന് വേറെ അവസാനം ഇപ്പം ഞാൻ ചെയ്ത രണ്ടാം യാമം എന്ന് പറയുന്ന സിനിമ ഏകദേശം അട്ടപ്പാടിയിലെ ഒരു 30% ഏരിയകൾ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെള്ളച്ചാട്ടവും പാറയും കാര്യങ്ങളും പുഴയും മനോഹരമാണ്. അപ്പോൾ അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ വ്യത്യസ്തമായ, നമ്മൾ ഇന്ന് കൊണ്ട് ക്യാമറ വെക്കുന്ന ഫ്രെയിമല്ല നാളെ നേരം വെക്കുമ്പോൾ വെച്ചാൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോ ഏരിയയ്ക്കും ഓരോരോ പ്രത്യേകതകളും മാറ്റങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ആ സിനിമയ്ക്ക് അതൊരു നാടോടിയായ ഒരു സിനിമാ പ്രേമം തലയ്ക്ക് കയറിയ, രജനി ഫാൻ തലയ്ക്ക് കയറിയ ഒരു യുവാവിൻ്റെ കഥയാണ്. അതാണ് ഈ വെള്ളിത്തിര എന്ന് പറയുന്ന പടത്തിൽ നമ്മുടെ പൃഥ്വിരാജ് ചെയ്ത കാര്യം. പിന്നെ ഈ പൃഥ്വിരാജിനോടൊപ്പം അന്ന് ഒരു മെഗാഫോണായി ഒരാളുണ്ടായിരുന്നു, വിനായകൻ. ആ പടം നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ അറിയാം. ആ വിനായകൻ ഇന്ന് തെന്നിന്ത്യൻ ഭാഷകളിൽ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന ഒരു നടനായി മാറി. എനിക്ക് തോന്നുന്നു അന്ന് ആ പടത്തിന് ഒരു 5000 രൂപയ്ക്കകത്ത് എന്തോ ആണ് ഞാൻ അദ്ദേഹത്തിന് അതിൽ പ്രതിഫലം എഴുതി കൊടുത്തിട്ടുള്ളത്. അത് ഏകദേശം 10-20 ദിവസം പുള്ളി കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമയൊക്കെ വിനായകൻ്റെ ഗ്രാഫിൽ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾക്ക്, സിനിമയിലേക്കുള്ള യാത്രയിൽ ഭയങ്കരമായ ഗുണം ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സിനിമയെ അറിയുന്ന നിർമ്മാതാവും ആ സിനിമയ്ക്ക് ആരെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും സബ്ജക്റ്റിനനുസൃതമായി എന്ന് മനസ്സിലാക്കുന്ന ഒരു സംവിധായകനും അതിന് കിട്ടുന്ന ഒരു ടീമുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ മുഖങ്ങളും അടങ്ങുന്ന പുതിയ സിനിമയ്ക്ക് സംഭാവനകൾ കിട്ടുന്നത്. അങ്ങനെ ഒത്തിരി സംഭാവനകൾ കിട്ടിയ വെള്ളിത്തിര എന്ന് പറയുന്ന സിനിമയുടെ ഇനിയുള്ള ഒത്തിരി വിശേഷങ്ങൾ വേറെയുണ്ട്. അത് വളരെ രസകരമായ വിശേഷങ്ങളാണ്. ആ സിനിമ ഞങ്ങൾ 45 ദിവസം അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ ഒത്തിരി വിശേഷങ്ങൾ. ആ വിശേഷങ്ങൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് പറയാം. അതിനോടൊപ്പം അതിൽ നിന്ന് ജന്മം കൊണ്ട സംവിധായകൻ ലിയോയുടെയും സംഗീത സംവിധായകൻ അൽഫോൺസിൻ്റെയും ഒക്കെ കുറച്ച് കഥകൾ കൂടി വരുന്ന എപ്പിസോഡുകളിലേക്ക് നമുക്ക് മാറ്റിവെക്കണം. തൽക്കാലം നന്ദി.